ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള ബന്ധം പുതിയൊരു വഴിത്തിരിവിലേക്കാണ് നീങ്ങുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വിദേശ സന്ദർശനത്തിലുള്ള കേന്ദ്ര പ്രതിനിധി സംഘത്തലവനായി തിരഞ്ഞെടുത്തതിന് പിന്നാലെ തരൂരും കോൺഗ്രസ് നേതാക്കളും കൊമ്പുകോർത്തിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പനാമയിലെ ഇന്ത്യൻ എംബസിയിൽ വിദേശ പ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിയതിലാണ് ചില കോൺഗ്രസ് നേതാക്കൾ വിമർശനവുമായി രംഗത്തെത്തിയത്. ഇതിന് മറുപടിയുമായി ശശി തരൂരും രംഗത്ത് വന്നിരുന്നു. മോദി രാഷ്ട്രീയ പ്രചരണത്തിന് സൈന്യത്തെ ഉപയോഗിക്കുന്നുവെന്ന് തരൂർ മുൻപ് തന്റെ പുസ്തകത്തിൽ എഴുതിയത് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മാധ്യമ പ്രചരണ വിഭാഗം ചെയർമാനുമായ പവൻ ഖേര. 2018 പുറത്തിറക്കിയ ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന തന്റെ പുസ്തകത്തിൽ മിന്നലാക്രമണത്തെക്കുറിച്ച് തരൂർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുവെന്ന് പവൻ ഖേര എക്സിൽ കുറിച്ചു. തരൂർ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്ന പുസ്തകത്തിലെ ഭാഗവും പവൻ ഖേര എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. 2016 സർജിക്കൽ സ്ട്രൈക്കുകളെയും മ്യാൻമറിൽ വിമതരെ പിന്തുടർന്നുള്ള ഒരു സൈനിക നടപടിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണോപാധിയായി നാണം കെട്ട രീതിയിലാണ് ചൂഷണം ചെയ്തിട്ടുള്ളത്. മുൻപ് അത്തരം നിരവധി നടപടികൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് ഒരിക്കലും ചെയ്യാത്ത ഒന്നാണിതെന്നും തരൂർ പുസ്തകത്തിൽ കുറിച്ചിരുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പനാമയിൽ ഇന്ത്യൻ എംബസിയിൽ വിദേശ പ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിയിരുന്നു. സമീപ വർഷങ്ങളിൽ വന്ന മാറ്റമെന്തെന്നാൽ ആക്രമണം നടത്തിയാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഭീകരർക്കും മനസ്സിലായി എന്നതാണെന്നാണ് ശശി തരൂർ ഇന്ത്യൻ എംബസിയിൽ സംസാരിക്കവേ പറഞ്ഞത്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഉറി ഭീകരാക്രമണത്തിനു പിന്നാലെ മിന്നലാക്രമണത്തിനായി ഇന്ത്യ നിയന്ത്രണ രേഖ കടന്നു. അത് മുൻപ് സംഭവിക്കാത്തതാണ്. കാർഗിൽ യുദ്ധസമയത്ത് പോലും ഇന്ത്യ നിയന്ത്രണ രേഖ കടന്നിട്ടില്ല എന്നാണ് തരൂർ പറഞ്ഞത്. 2019 ജനുവരിയിൽ പുൽവാമ ഭീകരാക്രമണത്തിനു പിന്നാലെ സായുധ സേന നിയന്ത്രണ രേഖ കടക്കുക മാത്രമല്ല, അതിർത്തി ഭേദിച്ച് ബാലാകോട്ടിലെ ഭീകരരുടെ താവളങ്ങളിൽ ആക്രമണം നടത്തിയതായും തരൂർ പറയുന്നുണ്ട്. അതിൽ രാജ്യം മുൻപത്തേതിലും മുന്നോട്ടു പോയി. ഓപ്പറേഷൻ സിന്ദൂറിൽ നിയന്ത്രണ രേഖയും അന്താരാഷ്ട്ര അതിർത്തിയും കടന്നു എന്നു മാത്രമല്ല, പാകിസ്ഥാനിൽ പഞ്ചാബി ഹൃദയഭൂമിയിൽ 9 സ്ഥലങ്ങളിലെ ഭീകര താവളങ്ങൾ, പരിശീലന കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെയും ആക്രമണം നടത്തിയതായി തരൂർ കൂട്ടിച്ചേർത്തു. ഇതിനു പിന്നാലെ കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് തരൂരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി രംഗത്തെത്തിയിരുന്നു. ബിജെപിയുടെ സൂപ്പർ വക്താവായി തരൂരിനെ പ്രഖ്യാപിക്കണമെന്നാണ് ഉദിത് രാജ് പരിഹസിച്ചത്. ബിജെപി നേതാക്കൾ പോലും ചെയ്യാത്ത മോദി വാഴ്ത്തലാണ് തരൂർ നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ പരോക്ഷ പിന്തുണയോടെയാണ് ഉദിത് രാജിന്റെ വിമർശനങ്ങളെന്നും ആരോപണമുയർന്നു. പിന്നാലെ തരൂർ എക്സിലൂടെ മറുപടി നൽകുകയും ചെയ്തു. തനിക്ക് ഇതിനൊന്നും സമയമില്ലെന്നും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും വ്യക്തമാക്കിയാണ് തരൂർ മറുപടി നൽകിയത്. താൻ വ്യക്തമായും സ്പഷ്ടമായും സംസാരിച്ചത് ഭീകരാക്രമണങ്ങൾക്കുള്ള തിരിച്ചടികളെ കുറിച്ചാണ്, അല്ലാതെ മുൻകാല യുദ്ധങ്ങളെ കുറിച്ചല്ലെന്നും തരൂർ പറയുകയുണ്ടായി. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പനാമയിലെ ഇന്ത്യൻ എംബസിയിൽ വിദേശ പ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിയതിൽ കോൺഗ്രസിൽ അമർഷമുയർന്നിരുന്നു. വിദേശ സന്ദർശനത്തിലേർപ്പെട്ട തരൂർ തനിക്കെതിരെ കോൺഗ്രസ് നേതാവ് ഉയർത്തിയ ഈ വിമർശനങ്ങൾക്ക് എക്സിൽ പരോക്ഷ മറുപടിയുമായി രംഗത്ത് വന്നു. തനിക്ക് ഇതിനൊന്നും സമയമില്ലെന്നും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുമാണ് തരൂർ മറുപടി നൽകിയത്.